ഒരു തുടർച്ചയായി രണ്ടാം തവണയും ശ്രീജേഷേട്ടൻ ഒരു ഒളിമ്പിക്സ് മെഡൽ നേടിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ സമയത്ത് തോന്നുന്നതെന്ന് പറയാം? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ തവണയും ഒളിമ്പിക് മെഡൽ, അതും റിട്ടയർമെൻറ്റ് മാച്ചിലൊരു ബ്രോൺസ് മെഡലോടുകൂടി റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല റിട്ടയർമെൻ്റ് ആയി കാണുന്നു. ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് തന്നെയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ വിജയം തന്നെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോഴാണ് ഒരു വിരമിക്കില്ല. അതിലൊരു ചെറിയ സങ്കടമുണ്ട്, ഇനി കളി കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതുണ്ടോ? ആക്ച്വലി 4ാമത്തെ ഒളിമ്പിക്സ് ആണ്. ചെറിയൊരു കരിയറല്ല, 20 വർഷത്തോളം നീണ്ടു നിന്ന ഒരു കരിയറാണ്. അപ്പം ശ്രീജേഷായിട്ട് എടുത്ത തീരുമാനമാണ് റിട്ടയർ ചെയ്യുക എന്നുള്ളത്. കരിയർ പെട്ടെന്നായിരുന്നു എന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ തോന്നുന്നില്ല. അല്ല, കാരണം നമ്മളിപ്പോൾ ഒരു പ്രൈം ടൈം തരില്ല, ഒരു സ്പോർട്സ് ഇവൻ്റ് ഒരു പ്രൈം ടൈം. കാരണം ശ്രീജേഷേട്ടനെ കുറേ നാൾ 20 വർഷത്തോളം ടൂർണമെൻറ്റിൽ ഒരു 2020 ശേഷമാണ് കൂടുതൽ പേര് അറിയാനും ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവണേ. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഒരു കുറച്ച് നാളും കൂടി നിൽക്കാറുന്നു എന്ന് തോന്നുന്നുണ്ടാവില്ലേ? ചേച്ചിക്കായാലും ചേച്ചി പറഞ്ഞില്ലേ എപ്പോഴെങ്കിലും? ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീരുമാനം തീർച്ചയായിട്ടും ശ്രീജേഷ് പേഴ്സണലി റിട്ടയർ ചെയ്യാനുള്ള സമയമായി എന്ന് തോന്നലിൽ നിന്നും വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പേഴ്സണലായിട്ട് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ലെന്ന് തോന്നുന്നു. അതായത് ഹോക്കി ഇപ്പം നമ്മളെ ഒരുപാട് പേര് കാണാത്തൊരു സ്പോർട്സ് ഇവൻ്റ് ആണ് ഹോക്കി. അപ്പോൾ ഇവിടെ ഇത്രയൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് അവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾക്കും നമ്മൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ആരും തന്നെ ഹോക്കിയിലൊരു ഇന്ത്യൻ ടീമിനൊരു ആരും കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാണല്ലോ പുള്ളിക്കാരൻ. അപ്പോൾ ഇനിയിപ്പോൾ ഹോക്കി തന്നെ തുടരാനാണോ താല്പര്യം? അങ്ങനെയാണ് എന്തെങ്കിലും കരിയർ പ്ലാൻസ്? എന്ന് വെച്ചാൽ ഇപ്പം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച സമയത്ത് മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ആയിരുന്നു. അതിനുശേഷം തീർച്ചയായും ഇനി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ശ്രീജേഷ് തന്നെ പറയും. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ ചേച്ചി ഇനിയിപ്പോൾ സ്വീകരിക്കാൻ അങ്ങോട്ട് എന്നത്തേക്കാണ് വന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും വിളിച്ചിരുന്നോ? അത് കൺഫേം ചെയ്തറിയില്ല. അവിടെ നിന്ന് വിളിച്ചിരുന്നോ? ഒരു ചെറിയൊരു സങ്കടം. ആദ്യം ഗോൾഡാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. വളരെ നന്നായി പെർഫോം ചെയ്തു. നമ്മുടെ ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു പെർഫോമൻസ് കൊണ്ട് ഗോൾഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവസാന നിമിഷം നമുക്ക് ശ്രീജേഷേട്ടൻ കളിക്കാണ്ട് നമ്മൾ കളിയിൽ നിന്ന് കയറി പോകാൻ ഒരു സാഹചര്യം ഉണ്ടായില്ലോ. അപ്പോൾ അത് ടീമിൻ്റെ വരുമ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ എക്സ്ട്രാ ഇറക്കാൻ വേണ്ടി ചെയ്യാറുള്ളതാണ്. അതെ. ഓക്കെ, ഒരുപാട് നന്ദി, താങ്ക്സ്. ഓക്കെ. ഒരു തുടർച്ചയായി രണ്ടാം തവണയും ശ്രീജേഷേട്ടൻ ഒരു ഒളിമ്പിക്സ് മെഡൽ നേടിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ സമയത്ത് തോന്നുന്നതെന്ന് പറയാം? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ തവണയും ഒളിമ്പിക് മെഡൽ, അതും റിട്ടയർമെൻറ്റ് മാച്ചിലൊരു ബ്രോൺസ് മെഡലോടുകൂടി റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല റിട്ടയർമെൻ്റ് ആയി കാണുന്നു. ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് തന്നെയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ വിജയം തന്നെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോഴാണ് ഒരു വിരമിക്കില്ല. അതിലൊരു ചെറിയ സങ്കടമുണ്ട്, ഇനി കളി കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതുണ്ടോ? ആക്ച്വലി 4ാമത്തെ ഒളിമ്പിക്സ് ആണ്. ചെറിയൊരു കരിയറല്ല, 20 വർഷത്തോളം നീണ്ടു നിന്ന ഒരു കരിയറാണ്. അപ്പം ശ്രീജേഷായിട്ട് എടുത്ത തീരുമാനമാണ് റിട്ടയർ ചെയ്യുക എന്നുള്ളത്. കരിയർ പെട്ടെന്നായിരുന്നു എന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ തോന്നുന്നില്ല. Don't miss out. Follow One India for real-time updates.